കോട്ടയം നഗരസഭയിലെ 3.5 കോടി രൂപയുടെ പെൻഷൻ തട്ടിപ്പിന് പിന്നാലെ വീണ്ടും വലിയ രീതിയിലുള്ള ആരോപണങ്ങളാണ് കോട്ടയം നഗരസഭയ്ക്കെതിരെ ഉയർന്നു വന്നുകൊണ്ടിരിക്കുന്നത്. കോട്ടയം നഗരസഭയിലെ ബാങ്ക് അക്കൗണ്ടിൽ കാണേണ്ട 211 കോടി രൂപ കാണാനില്ലെന്നാണ് ഓഡിറ്റ് റിപ്പോർട്ട് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. 7 ബാങ്കുകളുടെ അക്കൗണ്ടിൽ ചെക്ക് വഴി നൽകേണ്ട തുകയാണ് കാണാനില്ലാതായത്. 3.5 കോടി രൂപ പെൻഷൻ ഫണ്ടിൽ നിന്നും തട്ടിയെടുത്ത പ്രതിയെ ഇനിയും കണ്ടെത്താനാവാതെ ഇരിക്കുമ്പോഴാണ് നഗരസഭയുടെ അക്കൗണ്ടിൽ നിന്നും 211 കോടി രൂപ കാണാനില്ലെന്ന ഞെട്ടിക്കുന്ന വിവരം പുറത്തുവരുന്നത്. വിവിധ ഇനത്തിൽ നഗരസഭയ്ക്ക് ലഭിക്കുന്ന ചെക്കുകൾ കൃത്യമായി ബാങ്കിൽ സമർപ്പിക്കാത്തത് മൂലമാണ് ഭീമമായ നഷ്ടമുണ്ടായതെന്നാണ് പുറത്തുവരുന്ന വിവരം. ബാങ്ക് ഓഫ് മഹാരാഷ്ട്രയിൽ 198 കോടി രൂപയുടെ ചെക്കുകളും SBIയിലെ അക്കൗണ്ടിൽ 9.5 കോടിയുടെ ചെക്കുകളും സൗത്ത് ഇന്ത്യൻ ബാങ്കിൽ 65 ലക്ഷത്തഞ്ച് ചെക്കുകളും ബാങ്ക് ഓഫ് മഹാരാഷ്ട്രയിൽ 43 ലക്ഷത്തഞ്ച് ചെക്കുകളും SBIയിൽ 13 ലക്ഷത്തഞ്ച് ചെക്കുകളും ബാങ്ക് ഓഫ് മഹാരാഷ്ട്രയിൽ 1.83 കോടിയുടെ ചെക്കുകളും SBIയിലെ മറ്റൊരു അക്കൗണ്ടിൽ 64 ലക്ഷത്തഞ്ച് ചെക്കുകളും സമർപ്പിക്കപ്പെട്ടിട്ടില്ലെന്നാണ് കണ്ടെത്തിയിരിക്കുന്നത്. സംഭവം വിവാദമായതോടെ ഇന്നലെ ചേർന്ന നഗരസഭാ കൗൺസിൽ യോഗത്തിൽ നഗരസഭ പ്രതിപക്ഷ നേതാവ് ഷീജാനിൽ വിഷയമുന്നയിച്ചു. ഇതിപ്പം ഒടുവിലത്തെ ഓഡിറ്റ് റിപ്പോർട്ടിൽ കണ്ടേക്കുന്നതാണ് 211 കോടി രൂപയുടെ ഓൺ ഫണ്ടിൽ നമ്മുടെ നഗരസഭാ അക്കൗണ്ടിൽ കാണേണ്ട പൈസ ഇല്ല എന്നുള്ള വിവിധ ബാങ്കുകളിലായിട്ട് വന്ന ചെക്കുകൾ പക്ഷേ ആ ബാങ്കിൽ എത്തിയിട്ടില്ല, നിക്ഷേപത്തിൻ്റെ കൂട്ടത്തിൽ വന്നിട്ടില്ല. അത് എവിടെ പോയി എന്ന് ചോദിച്ചിട്ട് കൃത്യമായ ഒരു വിശദീകരണം തരാൻ നഗരസഭാ സെക്രട്ടറിക്കോ ചെയർപേഴ്സണോ കഴിയുന്നില്ല എന്നുള്ള വസ്തുത. ഈ അടുത്ത കാലത്ത് നമുക്കറിയാം, കേരളം മുഴുവൻ വിവാദമായതാണ്. ഇവിടുത്തെ ഒരു ജീവനക്കാരൻ 3.5 കോടി രൂപയായിട്ട് പോയിട്ട് നാളുകൾ കഴിഞ്ഞിട്ടാണ് നഗരസഭാ അധികൃതർ ഇത് അറിഞ്ഞത്. അതേപോലെ തന്നെ മറ്റ് തട്ടിപ്പിലേക്കാണ് ഇത് വഴിവെക്കുന്നത് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ഇതേ തുടർന്ന് പണം നഷ്ടമായ വിഷയത്തിൽ സെക്രട്ടറിയോട് അന്വേഷണം നടത്താൻ നഗരസഭാ അധ്യക്ഷ ബിൻസി സെബാസ്റ്റ്യൻ ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഇന്നലെ നടന്ന നഗരസഭാ കൗൺസിൽ യോഗത്തിൽ ബഹുമാനിയായ പ്രതിപക്ഷ നേതാവ് അഡ്വക്കേറ്റ് ഷീജാനിലാണ് ഇതുപോലെ ഒരു ആരോപണം ഉന്നയിച്ചത്. ഇതിനെപ്പറ്റി ഉദ്യോഗസ്ഥ തലത്തിലോ ഓഡിറ്റ് തലത്തിലോ എനിക്കിതുവരെയും ഒരു വിവരവും ലഭിച്ചിട്ടില്ല. ഇന്നലെ കൗൺസിൽ യോഗത്തിന് ശേഷം അടിയന്തരമായിട്ട് സെക്രട്ടറിക്ക് ഇതിനെപ്പറ്റി പരിശോധിച്ച് വ്യക്തമായ റിപ്പോർട്ട് നൽകുന്നതിന് വേണ്ടിയിട്ട് സെക്രട്ടറിയെ ചുമതലപ്പെടുത്തിയിട്ടുണ്ട്. വിവിധ വാടക ഇനത്തിൽ അടക്കം ലഭിച്ചിരിക്കുന്ന ചെക്കുകൾ കൃത്യമായി നഗരസഭയുടെ ബാങ്ക് അക്കൗണ്ടുകളിൽ സമർപ്പിക്കാൻ ഉദ്യോഗസ്ഥർ വീഴ്ച വരുത്തിയെന്നാണ് ഇപ്പോഴത്തെ ഗുരുതരമായ പ്രതിസന്ധിക്ക് ഇടയാക്കിയതെന്നാണ് വിവരം. 4 വർഷത്തോളം കോട്ടയം നഗരസഭയിൽ ജോലി ചെയ്ത ശേഷം 3 കോടിയോളം രൂപ പെൻഷൻ ഫണ്ടിൽ നിന്നും തട്ടിയെടുത്ത പ്രതിയെ ഇനിയും പിടികൂടാൻ പോലീസിനോ ക്രൈംബ്രാഞ്ചിനോ സാധിച്ചിട്ടില്ല. ഇതിനിടെയാണ് കോട്ടയം നഗരസഭയുടെ 211 കോടി രൂപ കാണാനില്ലെന്ന് ഞെട്ടിക്കുന്ന വിവരം പുറത്തുവരുന്നത്. പെൻഷൻ ഫണ്ട് തട്ടിപ്പ് ആദ്യം പുറത്തുവിട്ടതും ജാഗ്രത ന്യൂസ് ലൈവായിരുന്നു.